ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം റിജക്ട് ചെയ്യുന്നത് അണ്ടർ റൈറ്റിംഗ് ടീം അല്ലെങ്കിൽ ക്ലെയിം ഇൻവെസ്റ്റ്മെന്റ് ടീമാണ്. എല്ലാ പ്രധാനപ്പെട്ട രേഖകളും വിശദമായി പഠിച്ചതിന് ശേഷമാണ് അവർ ഈ തീരുമാനമെടുക്കുന്നത്. പ്രധാനമായും പരിശോധിക്കുന്ന രേഖകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന്, ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ, അതായത് നിങ്ങൾ ആദ്യമായി ഡോക്ടറിനെ കണ്ടപ്പോൾ എടുത്ത ഇൻഫർമേഷൻസ്, ലക്ഷണങ്ങൾ, ഇനീഷ്യൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് അഡ്വൈസ് എന്നിവ അടങ്ങിയിരിക്കും. രണ്ട്, ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സ് നോട്ട്സ്, ചികിത്സക്കിടയ്ക്ക് ഡോക്ടർ എഴുതുന്ന ഇൻഫർമേഷൻസ്. ഇത് അഡ്മിഷൻ ആവശ്യമായിരുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്ന്, ഡെയിലി ഡോക്ടേഴ്സ് റിപ്പോർട്ട്, ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ തയ്യാറാക്കുന്ന പ്രോഗ്രസ് നോട്ട്സ് ആണ് ഇത്. നാല്, സർജൻസ് നോട്ട്സ്, ഒരു ശസ്ത്രക്രിയ നടന്നാൽ സർജൻ തയ്യാറാക്കുന്ന നോട്ടുകളാണിവ. അഞ്ച്, അനസ്തേഷ്യ ഡോക്ടേഴ്സ് നോട്ട്സ്, ഒരു സർജറി ആവശ്യമായി വരുന്ന കേസുകളിൽ സമയം, പ്രൊസീജിയർ, ഈ സർജറി ആവശ്യമായിരുന്നു എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള രേഖയാണിത്. ആറ്, പ്രീവിയസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, മുൻപുള്ള ചികിത്സാ രേഖകൾ, പഴയ പരിശോധനകൾ, പ്രീ എക്സിസ്റ്റിംഗ് രോഗങ്ങളുടെ തെളിവുകൾ. ഏഴ്, കമ്പനി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഇൻഷുറൻസ് കമ്പനി തന്നെ നടത്തുന്ന ഫീൽഡ് വെരിഫിക്കേഷൻ, ടെലിക്ലെയിം വെരിഫിക്കേഷൻ, ഹോസ്പിറ്റൽ ഓഡിറ്റ് എന്നിവ. ഇത്രയും രേഖകൾ പരിശോധിച്ച് കഴിയുമ്പോൾ മാച്ചിങ് അല്ലാത്ത വിവരങ്ങളുണ്ടെങ്കിൽ, തെറ്റായ വിവരങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രേഖകളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ, അതുപോലെ ആവശ്യമില്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ക്ലെയിം റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്യുമെന്റ്സും മാച്ചിങ്ങും വ്യക്തവുമായിരിക്കണം. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. എലിഫിൻഡ ഇൻഷുറൻസ്.